ഇവിടെ ഈ സ്കൂളിൽ പുതിയതായി ചേർന്ന പെൺകുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ നോക്കിയാൽ ഭക്ഷണം കഴിഞ്ഞും പറയുകയാണ്. ഇത് കേട്ടതും അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് അവരുടെ പുറകിൽ വന്ന പ്രൊഫസർ ആണെങ്കിൽ അവിടെ വന്ന് മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നോക്കിയൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അവിടുത്തെ ടേബിളിൽ പോയി നോക്കുമ്പോൾ അവിടുത്തെ വേറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിലേക്ക് നോക്കിയ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് മാത്രമാണ് കിട്ടാത്തത്. ഇതുകൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് നേരെ പോയിട്ട് നോക്കി അവരുടെ പ്രൊഫസറിന്റെ അടുത്ത് നോക്കി കംപ്ലൈന്റ് ചെയ്യുന്നു. ഇത് കേട്ട പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങളാണെങ്കിൽ നേരത്തെ വന്നിരിക്കണം, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് അയാളാണെങ്കിൽ നോക്കി റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് നടന്നു പോവുകയാണ്. ഇത് കേട്ട് ഇവർക്ക് നമ്മൾ തന്നെ എന്തിനൊക്കെ ചെയ്യണം പറഞ്ഞു ഈ പ്രൊഫസർ ഓരോന്നും ടൈം വെച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നോക്കി ഓരോ ആൾക്കാരും എപ്പ എന്തൊക്കെ ചെയ്യണം പറഞ്ഞ് ലിസ്റ്റ് ഇടുകയും ഒരു സമയത്തിനുള്ളിൽ ഉറങ്ങി എണിക്കണം, ഇത്ര സമയത്തിനുള്ളിൽ പല്ലയക്കണം, അതേപോലെ ഇത്ര സമയത്തിനുള്ളിൽ നോക്കിയാൽ കുളിച്ച് മൊത്തം നോക്കി വാഷ്റൂം ഒക്കെ പോയിട്ട് വരണം പറഞ്ഞിട്ട് അവിടെ നോക്കിയാൽ മൊത്തം 15 മിനിറ്റിൽ തീർക്കണം പറയുന്നു. പക്ഷേ ഇവിടെ ആ സ്റ്റുഡൻസ് ആണെങ്കിൽ നോക്കി ഓക്കെ പറഞ്ഞാലും ഇവിടെ നോക്കിയ ഒരു പ്രശ്നമുണ്ട്. ഇവരൊക്കെ നേരത്തെ എണിച്ച് അവിടെ പോയാലും അവിടെ നോക്കി ലിമിറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റേ ഉള്ളൂ. അതുകൊണ്ട് നോക്കി ഇവിടെ ആണെങ്കിൽ ഒരാൾക്കാർ ചെയ്താലും വേറെ അവിടെ നോക്കി ബാത്റൂമിലൂടെ പോയാൽ രാവിലെ നേരത്തെ എണിച്ച് എല്ലാവരും വന്നുകൊണ്ട് തന്നെ ടോയ്ലറ്റിന്റെ അവിടെ ആണെങ്കിൽ വലിയൊരു ക്യൂ തന്നെ ഉണ്ടാവുകയാണ്. അതേ സമയത്ത് നോക്കി എവിടെയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് പോയാലും കുറച്ചു പേർക്കാണെങ്കിൽ നോക്കി ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ എല്ലാ ഗേൾസും നോക്കി ചേർന്ന് മീറ്റിംഗ് ഇട്ട് നമുക്ക് നോക്കി എത്ര നേരത്തെ പോയാലും ഇവിടെ ഭക്ഷണം കിട്ടില്ല, നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം പറഞ്ഞിട്ട് അവിടെയാണ് നോക്കി ഓരോ പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലാണെങ്കിൽ നോക്കി ഒരു പെണ്ണാണെങ്കിൽ ഒരു പ്ലാൻ പറയും. ആ പ്ലാൻ എല്ലാവർക്കും നോക്കി ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അടുത്ത ദിവസം പുലർച്ചയ്ക്ക് എല്ലാവരും നോക്കി പിരിഞ്ഞ് ഓരോ ഭാഗത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഒരു ഗ്രൂപ്പ് ഗേൾസ് പല്ലേക്കാൻ വന്നാൽ ഇന്നൊരു ഗ്രൂപ്പ് ഗേൾസ് ആണെങ്കിൽ നോക്കി ടോയ്ലറ്റിൽ പോകുന്നു. അങ്ങനെ ടോയ്ലറ്റിൽ പോയി പല്ലേക്കാൻ വരികയും പല്ലേക്കാൻ വന്നവർ ടോയ്ലറ്റിക്കും പോയിട്ട് അങ്ങനെ ഫസ്റ്റ് കഴിയുന്നവരാണെങ്കിൽ നേരെ ക്യാൻറ്റീനിൽ പോയി അവിടെ നോക്കി അവർ 2 കപ്പിൽ നോക്കി ഭക്ഷണം വാങ്ങിക്കാൻ തുടങ്ങുന്നു. ഒന്ന് അവർക്ക് മിന്നോന്ന് നോക്കിയാൽ ലേറ്റ് ആയി വരുന്നവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നോക്കിയാൽ ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് വെച്ചിട്ട് ഇന്നൊരു കപ്പ് നോക്കി അവര് കഴിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് നോക്കി ലേറ്റ് ആയി വന്നവർക്ക് നോക്കി അവിടെ ഭക്ഷണം കിട്ടാൻ തുടങ്ങുകയാണ്. അത് നോക്കി അവിടെ എല്ലാവർക്കും നോക്കി ഭക്ഷണം കിട്ടുമ്പോൾ വേറെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ നോക്കി ഭക്ഷണം കിട്ടാണ്ടാവുന്നു. ആ സമയത്ത് നോക്കി അവിടുത്തെ പ്രൊഫസർ ആണെങ്കിൽ വന്ന് നോക്കിയിട്ട് അയാൾ ആ ലേഡി പ്രൊഫസറിനെ പുറത്ത് വിളിച്ച് നാളെ പിള്ളേർക്ക് നോക്കിയാൽ ഭക്ഷണം കിട്ടില്ല പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നു. ആ സമയത്ത് ആ മാഡം ആണെങ്കിൽ ഞങ്ങൾക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും സാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളാണെങ്കിൽ നേരത്തെ വന്നിരിക്കാൻ പറഞ്ഞ് നോക്കി റീവൈൻഡ് അടിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ചെയ്ത് തെറ്റാണെങ്കിൽ മനസ്സിലാവുന്നത്. അതേ സമയത്ത് അവിടുത്തെ ഗേൾസ് ആണെങ്കിൽ വന്നിട്ട് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി പറഞ്ഞ് താങ്ക്സ് പറഞ്ഞതും അയാൾക്ക് മുഖത്തടിച്ച പോലെ ആവുകയാണ്.